വെൽക്കം ബാക്ക്. നമ്മൾ അടുത്ത ദിവസത്തിലേക്ക് കടക്കുകയാണ്. വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള അടുത്ത ഒരു ദിവസത്തിലേക്ക്. കൺഗ്രാജുലേഷൻസ്. എല്ലാവരും ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നു. ഇത് കാണുന്നവർ കമ്മിറ്റഡ് ആണെന്നുള്ള മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. നിങ്ങൾ എന്നോടൊപ്പം ഉള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്, സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. ഡെഫിനറ്റ് ആയിട്ട് ഒരു 180 days കഴിയുമ്പോൾ യു വിൽ ബിക്കം എൻ അനദർ പേഴ്സൺ. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൈക്രോ ആക്ഷൻസ് എങ്ങനെയാണ് അൺസ്റ്റോപ്പബിൾ മൊമെന്റം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ആക്ഷൻസ് എടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഒറ്റയടിക്ക് നമ്മൾ വലിയ സ്റ്റെപ്സ് ഒക്കെ എടുക്കുമ്പോഴേക്കും നമ്മൾ തളർന്നു പോകും. ദ പവർ ഓഫ് ഓൺ സ്മോൾ സ്റ്റെപ്സ്. മൈക്രോ ആക്ഷൻസ് ആണ് ബിഗ് മൊമെന്റം ക്രിയേറ്റ് ചെയ്യുന്നത്, നമുക്കറിയാം. സോ ദ ബിഗ്ഗസ്റ്റ് റീസൺ പീപ്പിൾ അബാൻഡൺ 180-day ചലഞ്ച് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എനി ലോങ് ടേം ഗോൾ, അത് മടി കൊണ്ടല്ല. യഥാർത്ഥത്തിൽ ഓവർവീംഡ് ആവും. ഇതെല്ലാം എഴുതി വെക്കുമ്പോൾ തന്നെ ബ്രെയിൻ ഇത് എഴുതി കഴിഞ്ഞു. അപ്പോൾ ആ ആദ്യത്തെ ഒരു ബൂസ്റ്റ്, ആ ഒരു കെമിക്കൽ സപ്പോർട്ട് സിസ്റ്റം പിന്നെ അതേപോലെ കിട്ടണമെങ്കിൽ നമ്മൾ ആക്ഷൻ എടുത്താലേ പറ്റുള്ളൂ. ആ ഒരു സംഭവത്തിൽ നമ്മൾ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഓവർവീംഡ് ആയി പോകുന്നതാണ്. അപ്പൊ ഇതിന് ആക്ച്വലി ഇതിൻ്റെ ഒരു ആൻറ്റിഡോട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. റാഡിക്കൽ പവർ ഓഫ് വൺ സ്മോൾ സ്റ്റെപ്പ്. ഒരു ചെറിയ കാര്യം ചെയ്യുന്നതിലൂടെ. ദ സയൻസ് ഓഫ് സ്മോൾ സ്റ്റെപ്സ്. ബിഹേവിയർ ബിൽഡ് ചെയ്യുന്നതിന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴിയെന്ന് വെച്ചാൽ ചെറിയ സ്റ്റെപ്സിലൂടെ നമ്മൾ എടുക്കുക. വലിയൊരു ഹെവി സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കൊണ്ട് അതിൻ്റെ എനർജി പോകും, നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ വിഷൻ അല്ലെങ്കിൽ അംബിഷനൊക്കെ മനസ്സിലേക്ക് എടുത്തിട്ട് സ്മോൾ സ്റ്റെപ്സ് അറ്റോമിക് ഹാബിറ്റ്സിൽ ജെയിംസ് ക്ലിയർ പറയുന്നതും അതാണ്. 1% ഓഫ് ഇംപ്രൂവ്മെന്റ് എവറി ഡേ ലീഡ്സ് ടു 37x ഇംപ്രൂവ്മെന്റ് 1 year, ഓവർ 1 year എന്നാ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അതാണ് കോമ്പൗണ്ട് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓരോ സ്റ്റെപ്സ് എടുക്കുമ്പോഴും ഡോപ്പമൈൻ മൊമെന്റം ഉണ്ടാകുന്നു, നമ്മുടെ കോൺഫിഡൻസ് കൂടുന്നു. അപ്പോൾ സ്മോൾ സ്റ്റെപ്സ് ആണ് ഒരു ബ്രെയിനിൽ പോലും ഒരു മൊമെന്റം ന്യൂറോ കെമിക്കൽ മൊമെന്റം ക്രിയേറ്റ് ചെയ്യുന്നത് പോലും സ്മോൾ സ്റ്റെപ്പാണ്. ബ്രെയിൻ അറിയില്ലല്ലോ ബിഗ് ആയിട്ടുള്ള ആക്ഷൻ ആണോ സ്മോൾ ആക്ഷൻ ആണോ നിങ്ങൾ എടുത്തത്. അപ്പോൾ സ്മോൾ ആക്ഷൻ എടുക്കുമ്പോഴും ഈ സ്റ്റിമുലി ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഒരു പവർ എന്ന് പറയുന്നത്. അതായത് ഇറ്റ്സ് എൻ എൻഗേജ്മെന്റ്. ഒരു ചെറിയൊരു കാര്യം മതി, പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. വലിയ സാധനം വേണ്ട, ചെറിയ ഒരു സംഭവമെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ അവെയറായി സെലിബ്രേറ്റ് ചെയ്യുക. അത് ഡെയിലി നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഫ്യൂവൽ തരും. എന്തുകൊണ്ടാണ് ബിഗ് പ്ലാൻസ് ഫെയിൽ ആവുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് മോട്ടിവേഷൻ ട്രാപ്പാണ്. നമുക്ക് അതിനകത്ത് പെട്ടുപോകും. കാരണം ആദ്യത്തെ ഒരു മോട്ടിവേഷൻ ഉണ്ടാകുന്നു, പിന്നെ ഒരു ദിവസം കഴിയുമ്പോഴും മോട്ടിവേഷൻ കുറഞ്ഞു വരും. ഒരു ബിഗ് പ്ലാൻ, ഒരു വലിയ ബിഗ് പ്ലാൻ, ഒരു ബിഗ് ആക്ഷൻ തന്നെ ആദ്യം എടുക്കുന്നു. അപ്പോഴേക്കും നമ്മൾ മടക്കുന്നു, മോട്ടിവേഷൻ ഫെയിൽ ആയി പോകുന്നു. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പ്ലാനിങ് ഈസ് നോട്ട് ഡൂയിങ്. പ്ലാനിങ് വേറെ, ഡൂയിങ് വേറെ. ശരിക്കും പറഞ്ഞാൽ ഒരു ഡീറ്റെയിൽ പ്ലാൻ എന്ന് പറയുന്നത്, ഒരു ആക്ഷൻ എടുക്കാതെ ഡീറ്റെയിൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് എക്സിക്യൂട്ട് ചെയ്യാത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് ഉപയോഗമില്ലാത്തതാണ്. ഒരു സ്മോൾ ആക്ഷൻ ഡെയിലി എടുക്കുന്നതാണ് ഡീറ്റെയിൽ പ്ലാനിങ്ങിനേക്കാൾ പ്രധാനമെന്ന് പറയും. അതായത് സ്മോൾ ആക്ഷൻ ഇല്ലാത്ത പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണ്, ആക്ഷൻ ഇല്ലാത്ത പ്ലാനിങ് വേസ്റ്റ് ആണ്. അടുത്തത് പ്രോക്രാസ്റ്റിനേഷൻ ട്രാപ്പ്. നമുക്കറിയാം, നമ്മൾ കാത്തിരിക്കും, നല്ല ദിവസം വരട്ടെ, കുറച്ചുകൂടെ മോട്ടിവേഷൻ കിട്ടട്ടെ, കുറച്ചുകൂടെ ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ചെയ്യാം, കുറച്ചുകൂടെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാം. അങ്ങനത്തെ ഒരു ദിവസം വരില്ല. അത് ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു ട്രാപ്പാണെന്ന് എന്ന് മനസ്സിലാക്കുക. അതാണ് അടുത്ത പ്രശ്നം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ന്യൂട്ടൺ ഫസ്റ്റ് ലോ. അത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം. അതായത് എ ബോഡി അറ്റ് റെസ്റ്റ് സേസ് അറ്റ് റെസ്റ്റ് എന്നാ പറയുന്നത്. നമ്മൾ വെറുതെ ഇരുന്ന റെസ്റ്റ് ആയി പോകും, തുരുമ്പ് പിടിക്കും. വൺ സ്മോൾ ആക്ഷൻ ബ്രേക്സ് ഇനർഷ്യ. ലോ ഓഫ് ഇനർഷ്യ അറിയാലോ. ആ ഒരു പുഷിങ്, ഒരു ചെറിയൊരു സ്റ്റെപ്പ് എടുത്താൽ തന്നെ നമുക്കൊരു മൂവ്മെന്റിന്റെ ഒരു ഗുണം കിട്ടും, ഒരു മൂവ് ചെയ്തതിന്റെ ഇത് കിട്ടും. ആൻഡ് വൺസ് മൂവിങ് ഇറ്റ് ഈസ് ഈസിയർ ടു കീപ് മൂവിങ്. ഒരിക്കൽ മൂവ് ചെയ്താൽ പിന്നെ അത് പൊക്കോളും. ഈ കാളവണ്ടിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഇനർഷ്യ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. അപ്പോൾ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ പണ്ടത്തെ നിങ്ങൾ കാളവണ്ടി കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഒരു കാളവണ്ടിക്കാരൻ ഒരു പുഷ് കൊടുക്കുമ്പോൾ പിന്നെ കാളകൾ പൊക്കോളും. ആ ഇനർഷ്യ കിട്ടുക എന്നുള്ളതാണ്. ചിലപ്പോൾ ആരെങ്കിലും ബാക്ക് ചെയ്ത് ഒരു തള്ളു കൊടുക്കും, ഇതേപോലെ. സോ ഇവിടെ ഹൗ ടു ചൂസ് യുവർ വൺ സ്മോൾ സ്റ്റെപ്പ്, ഇതാണ് ഇന്നത്തെ നമ്മൾ സംസാരിക്കുന്നത്. അത് സ്പെസിഫിക് ആണെങ്കിൽ ഒരു ചെറിയ സ്റ്റെപ്പ് മതി. അപ്പം ഏതെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരു വലിയ ഏറ്റവും ബെസ്റ്റ് എടുക്കണമെന്നുമില്ല,
ഇവിടെ 2 മിനിറ്റ് റൂൾ അപ്ലൈ ചെയ്യുക. വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് 2 മിനിറ്റ് ഇന്ന് വർക്ക് ചെയ്യുക. 2 മിനിറ്റ് ഒരു ആക്ഷൻ എടുക്കുക, അത് 2 മിനിറ്റ്സ് മിനിമം 2 മിനിറ്റ്സ് ചെയ്യുക. എപ്പോഴും നമ്മൾ സ്റ്റാർട്ടിങ് ഒരു കഷ്ടപ്പെട്ട ഒരു സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ 2 മിനിറ്റിൽ ചെയ്ത് തീർത്തിട്ട് നമ്മൾ ഫിനിഷപ്പ് ചെയ്യുക. രണ്ടാമത്തെ സീക്രട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഹാബിറ്റുമായിട്ട് അത് കണക്ട് ചെയ്ത് ചെയ്യുക. ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നു, അല്ലെങ്കിൽ ജേണലിങ് ചെയ്യുന്നു, ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് ജേണലിങ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, അല്ലെങ്കിൽ മെഡിറ്റേഷൻ എടുക്കുന്നു, ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ എഴുന്നേറ്റ് ഉടൻ മെഡിറ്റേറ്റ് ചെയ്യുക. ഇത് രണ്ടും നമ്മൾ ഓക്കെയാണ്. സൈലൻസിൽ പോകുന്നു, അതും ഏതെങ്കിലും ഒരു ഹാബിറ്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സസ്റ്റൈൻഡ് കൺസിസ്റ്റന്റ് പ്രാക്ടീസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം വിൽ ക്രിയേറ്റ് മാസ്റ്ററി, അല്ലെങ്കിൽ ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെ നമ്മൾ ഗ്രേറ്റ്നെസ്സിലേക്കാണ് പോകുന്നത്. ആ ഒരു മൈൻഡിൽ അത് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ അഭ്യാസം എന്നാണ് ഇതിന് യോഗയിൽ പറയുന്നത്. കൺസിസ്റ്റന്റ് ആക്ഷൻ. നിങ്ങൾ പെർഫെക്റ്റ് ആവണ്ട, കുറേ കാര്യങ്ങൾ ചെയ്യണ്ട, ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഓരോ സ്മോൾ സ്റ്റെപ്പ് ഡെയിലി ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾക്കറിയാം, നമ്മൾ 2 മിനിറ്റ്സ് പ്രാക്ടീസ് ആണ് ചെയ്യുന്നത്. ഒരു സ്മോൾ സ്റ്റെപ്പ് എടുക്കുക, ഒരു അച്ചീവബിൾ സ്പെസിഫിക് ആയിട്ടുള്ള സാധനം എടുക്കണം. എന്തെങ്കിലും ആയത് നമ്മുടെ ഗോളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഭവം എടുക്കുക, അതൊന്ന് എഴുതിയതിന് ശേഷം അത് ഇന്ന് അതൊരു ഡിസിഷൻ എടുക്കലാണ് എഴുതലെന്ന് പറയുന്നത്. എപ്പോഴാണോ നിങ്ങൾ ചെയ്യുന്നത് ആ സമയം ടൈം എഴുതി വെക്കുക, എന്നിട്ട് ആ ആക്ഷൻ എടുക്കുക. ആക്ഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ അതിനൊന്ന് ഒരു ചെറിയൊരു സ്റ്റെപ്പ്, ബട്ട് യു നീഡ് ടു സെലിബ്രേറ്റ് ദാറ്റ്. അപ്പോൾ കുറച്ചുകൂടി ഡോപ്പമിൻ റഷ് ഉണ്ടാവും, വളരെ ഹാപ്പി ആവും. ആൻഡ് വൺ മോർ തിങ്, നാളെ എടുക്കുന്ന ആക്ഷൻ എന്താണെന്ന് ഇന്ന് എഴുതി വെക്കുകയും കൂടെ ചെയ്യുക. അതും കൂടി എടുക്കുമ്പോൾ നമ്മൾ റെസ്പോൺസിബിലിറ്റിയും കൂടെ എടുക്കുകയാണ്. നാളത്തെ കാര്യം നാളെ ഒരു ഡിസിഷൻ മേക്കിംഗ് ടൈം നമുക്ക് വേസ്റ്റ് ആകത്തില്ല. നാളെ നമ്മൾ ചെയ്യുന്ന എന്താണോ അത് ഇന്ന് എഴുതി വെക്കുന്നു. ഇതാണ് ഇന്ന് നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ബൈ, ടേക്ക് കെയർ.